ഹലോ, ഇന്ന് ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു അമ്പലത്തേക്ക് പോവുകയാണേ. തൃത്തംതലി ശിവപാർവതി ക്ഷേത്രമാണ്. ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. ഈ കാണുന്ന ആലിൻ്റെ ചോട്ടിൽ നിന്നായിരിക്കും ഞങ്ങൾ മിക്കവാറും ഈ അമ്പലത്തിൽ വന്ന ഫോട്ടോസൊക്കെ എടുക്കുക. ചെരുപ്പൊക്കെ ഊരി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ച ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു. അമ്പലത്തിൽ കയറിയ വലതുവശത്തായി ശാസ്താവും സുബ്രഹ്മണ്യനും ഇടതുവശത്ത് ഗണപതിനും കാണാൻ പറ്റും. അത് കഴിഞ്ഞ സർപ്പദൈവങ്ങൾ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ വന്ന ഒട്ടുമിക്ക ദൈവങ്ങളെയും കണ്ടിട്ടും പ്രാർത്ഥിച്ചിട്ടും പോവാന്നുള്ളതാണ്. നമ്മുടെ ഈ അമ്പലം ഇരട്ട ക്ഷേത്രം കൂടിയാണേ. അങ്ങനെ പറയാൻ കാരണം ശിവനും പാർവതിയും മുഖ്യ പ്രതിഷ്ഠകളായ 2 ക്ഷേത്രങ്ങൾ ഒരേ മതിലകത്ത് തന്നെ കാണാൻ സാധിക്കും. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരേ ഒരു ക്ഷേത്രമാണത്. നമ്മുടെ കുഞ്ഞുമണിക്ക് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് അമ്പലത്തിൽ വരാൻ ഇത്ര ഇഷ്ടം എന്ന് അവളോട് ചോദിച്ചാൽ ഒരു ഉത്തരമേ അവൾ പറയൂ: ഉണ്ണിയപ്പവും പായസം കിട്ടുമെന്ന്. വെറുതെ അല്ല, കളങ്കമില്ലാത്ത ബാല്യം എന്ന് പണ്ടുള്ളവരൊക്കെ പറയണത്. ഇത് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങിയാൽ നമുക്ക് പാർവതി ക്ഷേത്രത്തിലേക്ക് പോവാം. പാർവതി ക്ഷേത്രത്തിനടുത്ത് ഉപദേവതകളായി ഭദ്രകാളിയും വിനായകനും സുബ്രഹ്മണ്യനെയും കാണാം. പാലമരച്ചുവട്ടിലെ ഭദ്രകാളിയെ കണ്ടു കഴിഞ്ഞ് വലം വയ്ക്കുമ്പോൾ അമ്പലക്കുളം കാണാം. ഇവിടെ ഈ ചുവരുകളിൽ കാണുന്ന ഓരോ ചിത്രങ്ങളും ഓരോ കലാകാരന്മാരുടെ സമർപ്പണമാണ്, കഴിവാണ്. ഇതുപോലെ തന്നെ മഹാദേവന്റെ ക്ഷേത്രത്തിനകത്തും കാണാൻ കഴിയും. ഇനി നമുക്ക് നവഗ്രഹങ്ങളെയും മഹാവിഷ്ണുവിനെയും കണ്ട് മഹാദേവന്റെ അടുത്തേക്ക്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും മഹാദേവന്റെ ശിവേലിക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ കുംഭമാസത്തിലെ ശിവരാത്രി മഹോത്സവം അതിഗംഭീരമായി തന്നെ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ധനുമാസത്തിലെ തിരുവാതിരയും. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ മഹാദേവ ക്ഷേത്രം ഉള്ളത്. ഞങ്ങളങ്ങനെ ശിവേലിയൊക്കെ കണ്ട് മഹാദേവനെ കണ്ട് തൊഴുത് ഞങ്ങളുടെ പരാതികളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് പ്രസാദമൊക്കെ മേടിച്ചു. ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോഴേ മേൽശാന്തി നമ്മുടെ കുഞ്ഞുമണിയെ വിളിച്ച് പായസം കൊടുക്കണം. നമ്മുടെ കുഞ്ഞുമണിയുടെ പ്രാർത്ഥന മഹാദേവൻ കേട്ട പോലെ. സുബ്രഹ്മണ്യനെ തൊഴുത് വലം വയ്ക്കുമ്പോൾ ഞങ്ങൾ ഞാവൽപ്പഴം പഴുത്തു നിൽക്കുന്നത് കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളത് പറിച്ചു. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. എനിക്കറിയാത്ത ഒരുപാട് ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒക്കെ ഈ ക്ഷേത്രത്തിന് പിന്നിലുണ്ടാവാം. നിങ്ങൾക്കറിയാവുന്നത് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.